കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുന്നതിനെ ന്യായീകരിച്ച് CPM നേതാവ് പി ജയരാജൻ. ചരിത്രത്തെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകോല കൊണ്ട് വിലയിരുത്താനാകില്ല. രക്തസാക്ഷികൾ തന്നെ. ബോംബ് ഉണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്കായി RSSും സ്മാരകം നിർമ്മിച്ചിട്ടുണ്ടെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഈ രക്തസാക്ഷികൾക്ക് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി കണ്ട് അവർക്ക് സ്മാരകം പണിയുന്നതിനെ വലിയ രീതിയിൽ അതിൻ്റെ പേരിൽ CPM വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണല്ലോ പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ഉള്ളടക്കം എന്താണ്? 2015 പാനൂരിലെ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജുൽ സുബീഷ് എന്നിവർക്ക് വേണ്ടിയാണ് പാനൂരിൽ CPIM രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. സ്മാരകം മറ്റന്നാൾ CPIM സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതിനെ കുറിച്ചുള്ള വിമർശനങ്ങളോടാണ് CPIM നേതാവ് കൂടിയായ പി ജയരാജൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പറയുന്നത് അവർ രക്തസാക്ഷികൾ തന്നെയാണ്, പാർട്ടിക്ക് വേണ്ടി ഒപ്പം രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി ജീവാർപ്പണം ചെയ്ത ആളുകളാണ്. അവരെ സാമൂഹിക വിരുദ്ധരായി താറടിച്ച് കാണിക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ബോംബ് രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് വിമർശിക്കുന്നവർക്കൊന്നും അതിനുള്ള അർഹതയില്ല. RSS സമാനമായി ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി സ്മാരക മന്ദിരങ്ങൾ പണിതിട്ടുണ്ട്. ഒപ്പം ഇതിനെ രാഷ്ട്രീയ ചരിത്രവുമായി കൂടി ചേർത്ത് വെച്ച് കാണണം. അങ്ങനെ ചരിത്രത്തിന്റെ അളവുകോൽ വെച്ചാണ് വിലയിരുത്തേണ്ടത്. ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകോൽ വെച്ചല്ല അതിനെ വിലയിരുത്തേണ്ടത്. സംഘപരിവാറിനെതിരായ പ്രതിരോധമാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് അവർ രക്തസാക്ഷികളായിട്ടുള്ളത്. അതേസമയം പാനൂർ മൂളിയത്തോട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ ബോംബ് സ്ഫോടനം അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അവരേതായാലും CPM രക്തസാക്ഷി പട്ടികയിൽ ഇടം പിടിക്കില്ല. അവർ ആ കാര്യത്തിൽ സംഭവിച്ചത് ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ്. പക്ഷേ ഇവിടെ CPM പ്രതിരോധം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ജനകീയ ചെറുത്തുനിൽപ്പുകളെ മാർക്സിസ്റ്റ് അക്രമങ്ങളായാണ് മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ സംഘടനകളും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ശരിയല്ല. RSS ന്യൂനപക്ഷങ്ങളെയും ഒപ്പം കമ്മ്യൂണിസ്റ്റുകളെയും ആഭ്യന്തര ശത്രുക്കളായാണ് കണ്ടത്. അതിനെതിരായ പ്രതിരോധം ഒരുക്കുകയാണ് ചെയ്തത്. അതിനെ ആ നിലയിൽ തന്നെ കാണണം. അനുസ്മരണ പരിപാടികൾ തുടരും. ഏതെങ്കിലും നിലയ്ക്ക് അനുസ്മരണ പരിപാടി തുടരുന്നതിനെ എതിർക്കുന്നത് ചരിത്ര സംഭവങ്ങളെ നിഷേധിക്കലാകും. അതുകൊണ്ട് ചരിത്ര സംഭവത്തെ നിഷേധിക്കാനാവില്ല. അതിനെ നിരസിക്കുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല. ഈ ഇരുവരുടെയും ഈ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും പേരിലുള്ള അനുസ്മരണ പരിപാടികൾ തുടരും. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയില്ല. അതിനെ ചരിത്രപരമായ അളവുകോൽ വെച്ച് വിലയിരുത്തണം എന്ന് വിശദീകരിച്ചുകൊണ്ടാണ്, അതൊരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായുള്ള രക്തസാക്ഷിത്വമാണ്, ജീവാർപ്പണമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങളെ ആകെ പി ജയരാജൻ ന്യായീകരിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.